പാലക്കാടുകാർക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു സ്ഥലമാണല്ലേ കോയമ്പത്തൂർ. വേറെ സംസ്ഥാനമാണെങ്കിൽ പോലും ബോർഡർ ആയതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി യാത്ര ചെയ്യുന്നതും പർച്ചേസ് ചെയ്യുന്നതൊക്കെ സ്ഥലമാണ്. അതേപോലെ കോയമ്പത്തൂർ കുറച്ച് കാലം വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ കോയമ്പത്തൂരിൻ്റെ ആ വൈബൊക്കെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ഡിന്നറിന് പോയപ്പോൾ അവിടുത്തെ ഈ ചെടികളും ലൈവ് പ്ലാന്റ്സൊക്കെ കൊണ്ട് ഉള്ള ആ വൈബ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കണം. അപ്പോൾ എനിക്ക് എടുത്തിട്ട് അയച്ചു തന്നതാണ് കേട്ടോ. നല്ല നൈറ്റ് ആയതുകൊണ്ട് തന്നെ ആ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ശരവണംപട്ടിയിലെ മൊഹബത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലാണ് കേട്ടോ. അതിൻ്റെ മുന്നിൽ അവർ ലൈവ് പ്ലാന്റൊക്കെ വെച്ചിട്ട് നല്ല അട്രാക്റ്റീവായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കോയമ്പത്തൂരിൽ ഒത്തിരി ഇതേപോലെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒത്തിരി സ്പോട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയുന്ന സ്പോട്ടുകൾ, നല്ല ടേസ്റ്റി ഫുഡ് കിട്ടുന്ന സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നല്ല ആംബിയൻസ് ആയിരുന്നു, ഫുഡും അത്യാവശ്യം നന്നായിട്ട് ടേസ്റ്റുള്ള ഫുഡാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ചെടികളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഉള്ളിലോട്ട് പോകുമ്പോൾ മെയിൻ അട്രാക്ഷനായിട്ടുള്ള ഒരു കാര്യമാണ് കണ്ടോ, ഇവിടെ ഒരു സൈക്കിൾ ഇങ്ങനെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ച് നമ്മൾ എന്താ പറയുക, മൂവിയിലെ സോങ്സിലൊക്കെ കാണുന്ന പോലെ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവർ മന്തിയാണ് വാങ്ങി കഴിച്ചത്, നല്ല ഫുഡായിരുന്നു എന്ന് പറഞ്ഞു. ആദ്യമായിട്ടാട്ടോ മൊഹബത്തിൽ പോകുന്നവർ. അപ്പം ഇനിയും ഞങ്ങൾ കോയമ്പത്തൂർ പോകുമ്പോൾ മൊഹബത്തിൽ പോയിട്ട് അവിടുത്തെ ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിടാം കേട്ടോ. അപ്പോൾ കോയമ്പത്തൂരിൽ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേസും കമൻറ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. പിന്നെ റബ്ബർ പ്ലാന്റൊക്കെ ഇൻഡോർ പ്ലാന്റാണ്, നല്ലൊരു ഇൻഡോർ പ്ലാന്റാണ് റബ്ബർ പ്ലാന്റ് കണ്ടോ. അപ്പോൾ ബൈ.